ഗൈസ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. സോ നമ്മളിപ്പോൾ സമയം 4:30 കേട്ടാ. നമ്മളിപ്പോൾ നമ്മുടെ ഊട്ടിയുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോലെയാണ്. എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഗൈസ്. ഇനി ഏതാനും നിമിഷത്തിനകം നമ്മൾ വണ്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഇൻഷാല്ലാ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം. സോ ഇത് ഫുൾ ഊട്ടിയിലോട്ടുള്ള വ്ളോഗാണ്. സോ കാണാം ഗൈസ്. നമ്മുടെ ട്രിപ്പ് അങ്ങനെ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തേക്കണം അല്ലേ? പുള്ളിയല്ലേ ബസ് സെറ്റ് അല്ലേ ഗൈസ്? ബസ് വല്ല ജലദോഷം പിടിച്ച് ബാൻ അടിച്ചിരിക്കണം കേട്ടോ, അത് മൈൻഡ് ആക്കണ്ട. കിരൺ അതിലാണ് നാവിഗേറ്റർ, പാട്ടോക്കനാണ് അത് റോഡ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ഊട്ടി ഗൈസ്. നമ്മപ്പോ അവിടെ നിലമ്പൂരല്ലേ ഗൈസ്? നമ്മപ്പോ നിലമ്പൂരാണുള്ളത്. നമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. നമ്മ ഇനി ബ്രേക്ക്ഫാസ്റ്റ് തപ്പിട്ടുള്ള പരിപാടിയാണ്. കുറെ നടക്കണം. വണ്ടി നമ്മ ഏൽപ്പിച്ചേക്കാനാണ് ശരിയാക്കാൻ. വണ്ടി നമ്മ അലൈൻമെന്റ് റെഡിയാക്കാനായിട്ട് സ്ഥലത്ത് കൊടുത്തേക്കാനാണ് നിലമ്പൂർ ഒരു മെയിൻ വർക്ക്ഷോപ്പിൽ. അതെ, കുറെ തപ്പിട്ടാണ് കിട്ടിയത്. നമുക്ക് ഭയങ്കര വിശപ്പ്. നമ്മൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. സമയം ഇപ്പോൾ 9:10 മണിയായി. നമ്മുടെ കൂടെ ഉള്ളവന്മാരെ കൂട്ടി എത്തി. നമ്മളാണ് ഇപ്പോൾ ഇവിടെ ലോക്കറ്റ് നിൽക്കണം. പക്ഷെ നമുക്കിപ്പോൾ ആദ്യം കഴിക്കാൻ എന്തെങ്കിലും, എന്നിട്ട് ബാക്കി പരിപാടി നോക്കാം. അങ്ങനെ കുറെ നേരം തപ്പി നമുക്കൊരു ഹോട്ടൽ കിട്ടി. നമ്മുടെ ഫുഡ് എത്തിയിട്ടാ. പൊറോട്ടയും മുട്ടക്കറിയാണ് ഞാൻ പറഞ്ഞത്. ബസ്മതി പൊറോട്ടയും ബീഫും പറഞ്ഞു, പക്ഷെ ബീഫ് എത്തിയിട്ടില്ല. നമുക്ക് കഴിക്കാം ഗൈസ്. നമ്മളങ്ങനെ ഫുഡ് കഴിച്ച് വന്നപ്പോഴത്തേക്ക് നമ്മുടെ വണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കാനാണ്, ഫുള്ളി ചെയ്തുകൊണ്ടിരിക്കാനാണ് അവിടെ കാര്യങ്ങളൊക്കെ. സോ എത്രയൊക്കെ പണിയായിട്ട് നമുക്ക് തിരിച്ച് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. നമ്മളങ്ങനെ നമ്മുടെ വണ്ടി തിരിച്ച് കിട്ടി, നമ്മുടെ യാത്ര തിരിച്ചു തുടങ്ങി ഗൈസ്. ഇവിടെ എല്ലാവരും ഗെയിം കളിയാണ്. ഇവിടെയൊക്കെ എന്തിനാ ട്രിപ്പ് മാപ്പ് ശോകം പറയണ ട്രിപ്പ് ഗെയിം കളിക്കാൻ അപ്പൊ തിരിച്ചവിടെ ട്രിപ്പ് ബാക്ക് കൊണ്ട് ഒരു 4 മണിക്കൂർ രാത്രി ഉണ്ട്. സോ നമ്മുടെ ബോയ്സ് ഒക്കെ അവിടെ എത്തി. ഇനി നമ്മ കൂടി ഉള്ളു അങ്ങോട്ട് പോകാൻ. സോ നമുക്ക് പോവാം. ഗൈസ് നമ്മളിപ്പോ ഊട്ടി ടൗണിലായിട്ടുള്ളത്. ഫുഡ് കഴിച്ചിട്ട് ഉച്ചക്കത്തെ. സോ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കണം. പിന്നെ അവന്മാർ നമ്മുടെ റിസോർട്ടിൽ എത്തി ആക്ച്വലി, പക്ഷെ അവന്മാർ ഫുഡ് മേടിച്ചില്ല. അവിടെ ലഞ്ചില്ല. അപ്പൊ അമ്മ ലഞ്ച് മേടിച്ചിട്ട് കൊണ്ടുപോകണം നാളെ. അപ്പൊ ടൗൺ അവിടെ കാണിച്ചു തരാം. ഇവിടെ മറ്റേ നമ്മുടെ വിജയ് ചേച്ചീൻ്റെ ആഘോഷങ്ങളാണ്. സോ ഗൈസ് നമ്മളങ്ങനെ ഫുഡ് കഴിച്ചിറങ്ങി. നമ്മ പുറകിൽ ഫുള്ള് മറ്റേ ചപ്പാത്തിയും പിന്നെ ബിരിയാണി പാർസലാവന്മാർക്ക് മേടിച്ചേക്കാണ്. പിന്നെ നമുക്ക് നേരെ നമ്മുടെ റിസോർട്ടിൽ പോകാം, കിടന്നുറങ്ങാം. പിന്നെ രാത്രി ആകുമ്പോഴത്തേക്ക് നമുക്ക് പൊളി എടുക്കാം. ഓക്കെ, അത് ഞാനേ സെറ്റല്ലേ? എന്ത് സംഭവം ഗൈസ്. അങ്ങനെ നമ്മൾ നമ്മുടെ റിസോർട്ട് എത്തിയിരിക്കുകയാണ് ഗൈസ്. എടാ ബസ് ഈസാനെ വിളിച്ചാ. ഈസാൻ എന്നെ വിളിക്കുന്നു. സോ ഗൈസ് സ്വപ്നമൊക്കെ കണ്ടല്ലോ നമ്മുടെ പ്രോപ്പർട്ടിയിൽ എത്തിയിട്ടാ ഗൈസ്. സ്ഥലം കാണിച്ചു തരാം. വെറുതെ ഉണ്ടോ കിഡില്ല. ഇവിടുത്തെ വ്യൂ കാണിച്ചു തരട്ടെ. വ്യൂ ആണ് ഇവിടുത്തെ മെയിൻ ഇട്ടാ ഗൈസ്. നോക്കി ഏതാ വ്യൂ. ഇതൊക്കെ ഇവരുടെ കോട്ടേജ്. ഇവരുടെ കോട്ടേജിന്റെ പേരെന്താണ് സഭ?
7 ക്ലൗഡാ ഗൈസ്. ഓ ഇവിടെ ഇത് കൊള്ളാട്ടാ, ഈ വീട് കൊള്ളാം, അതെ ഇതും കൊള്ളാം, എല്ലാ വീടും കൊള്ളാം. അതെ എല്ലാവരും വരിക ഫാമിലി ആയിട്ട്. പക്ഷെ എനിക്ക് പേര് അറിയില്ല, അല്ലെങ്കിൽ ഞാൻ പേര് പറഞ്ഞാൽ തന്നെ ഞാൻ പിന്നെ എപ്പോഴും ആരോടെങ്കിലും ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ പേര് പറഞ്ഞുതരാം ഗൈസ്, നിങ്ങൾ ബേജാറാവണ്ട. അപ്പോൾ നമ്മളാദ്യം നമ്മുടെ രണ്ടാമത്തെ റൂം നോക്കട്ടെ ഗൈസ്. ഗൈസ് ഇതാണ് നമ്മുടെ വീട് കേട്ടോ, ഇത് പൊള്ളി സാധനം. ഓ ഗൈസ് കയറി എത്തുമ്പോൾ തന്നെ ഒരു ബെഡ്റൂമാണ് കഴിച്ചിട്ട്. ഇതാണ് നമ്മുടെ വൈബ്, ഇതാണ് അണ്ടർഗ്രൗണ്ട് ഒക്കെ ഉണ്ട് ഗൈസ്. അണ്ടർഗ്രൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഉള്ളത് എൻ്റെ മോനെ കിട്ടുന്ന റൂം വിത്ത് ബാൽക്കണി ആണെങ്കിൽ ലൈറ്റൊക്കെ ഇട് ഉഷാറാക്ക്. ഓ ഗായ്സ് മോനെ ഈ വീടിന്റെ അടിയിൽ തൊട്ടടി തന്നെ അടുത്തന്നെ പ്ലോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ദൂരത്തിൽ മല കാണുന്നുണ്ടോ, മല. ഇതാണ് രണ്ടാമത്തെ റൂം ഇട്ടാ, ഇതും പൊളിയാണ്, എല്ലാം പൊളിയാണ്. എടാ ഇതിലും ബാൽക്കണി ഉണ്ട്. ഓ ഗൈസ് ഇവിടെ ബാൽക്കണി ഉണ്ട്. ഇത് എവിടെ നമുക്ക് ആൾക്കാരെ ഉള്ളിൽ നോക്കാട്ടോ, പക്ഷേ തെറ്റാണത്. നമുക്കടിയിൽ പ്ലോട്ട് ഉണ്ട് കേട്ടോ. ശരി, ഞാൻ ഇപ്പോൾ ശ്രദ്ധിക്കണം. ഓക്കെ വെരി ഗുഡ് ഫൈൻ. ഗൈസ് നമുക്ക് ഇനി അണ്ടർഗ്രൗണ്ട് എന്താ ഉള്ളത് നോക്കാട്ടോ. ഓ മൈ ഗോഡ്, പൊളി സാധനം ഗൈസ്. ഇവിടെ ഒരു ലിവിങ് ഏരിയ കേട്ടോ ഫുള്ള്. എടാ മറ്റേ നിലത്തോട്ട് ഇറങ്ങാൻ പറ്റൂല. ആ എടാ പൊളി. എടാ നൈറ്റ് ഇങ്ങോട്ടേക്ക് ഇറങ്ങാണ്ട്. അതുകൊണ്ട് അവർക്ക് ഇറക്കിയിടുന്ന സെറ്റപ്പാണ്, പക്ഷെ നമുക്ക് സാധാ സെറ്റപ്പ്. എന്നാലും ഇഷ്യൂ ഇല്ല കേട്ടോ, നമ്മുടെ പൊളിയല്ല ഞാനേ. Five hours later. അങ്ങനെ ഒടുവിൽ നമ്മൾ ചിക്കനൊക്കെ സെറ്റ് ചെയ്ത് ലാസ്റ്റ് സെറ്റ് ചിക്കനാണ് ചപ്പാത്തി. സോ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗ്രില്ലൊക്കെ അടിച്ച് ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞ് സമയം 1:30 നമ്മൾ തിരിച്ച് റൂമിലോട്ടൊക്കെ എല്ലാവരും റൂമിലോട്ട് വന്നേക്കണേണ്. സോ ഭയങ്കര തണുപ്പാണ്. ഉള്ളിൽ 2 ബിരിയാണിയൊക്കെ ഇട്ടിട്ട് കഴിക്കണം. സമയം 2 മണിയാവാറായി. സോ നമുക്ക് ഉറങ്ങാം. സോ എന്ത് എടുത്തുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.